ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിന് 5 ദിവസം മാത്രം ശേഷിക്കുമ്പോൾ ഇരുപക്ഷവും വാശിയേറിയ പ്രചാരണം തുടങ്ങി. ഓൺലൈനായും സമൂഹ മാധ്യമങ്ങൾ വഴിയുമൊക്കെയാണ് വോട്ട് തേടുന്നത്. ഇതേസമയം കോൺഗ്രസ് പിന്തുണയുള്ള പാനലിനെതിരെ മത്സരിക്കുന്ന 2 ഇൻകാസ് നേതാക്കളെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായി KPCC അധ്യക്ഷൻ അറിയിച്ചു. അടുത്ത ഞായറാഴ്ചയാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. മുസ്ലിം ലീഗ് ഇടത് സഖ്യം നേതൃത്വം നൽകുന്ന ജനാധിപത്യ മുന്നണിയും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മതേതര ജനാധിപത്യ മുന്നണിയും തമ്മിലാണ് പോരാട്ടം. നിലവിലെ പ്രസിഡന്റും ലീഗ് നേതാവുമായ നിസാർ തളങ്കരയും ജനറൽ സെക്രട്ടറിയും ഇടതു നേതാവുമായ P. ശ്രീപ്രകാശുമാണ് ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്നത്. CPIയുടെ പ്രവാസി സംഘടനയായ യുവകലാ സാഹിതി പ്രതിനിധി ജിബി ബേബിയാണ് ട്രഷററായി മത്സരിക്കുന്നത്. അതേസമയം മുൻ പ്രസിഡന്റ് YA റഹീമിന്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് പിന്തുണയുള്ള മതേതര ജനാധിപത്യ മുന്നണിയുടെ മത്സരം. K. ബാലകൃഷ്ണൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കും YA റഹീം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും മത്സരിക്കുന്നുണ്ട്. NRI ഫോറം നേതാവും നിലവിലെ ട്രഷററുമായ ഷാജി ജോണാണ് മതേതര ജനാധിപത്യ മുന്നണിയുടെ ട്രഷറർ സ്ഥാനാർത്ഥി. ഔദ്യോഗിക പാനലിനെതിരെ മത്സരിക്കുന്ന 2 പേർക്കെതിരെയാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അച്ചടക്ക നടപടി സ്വീകരിച്ചത്. ഇൻകാസ് UAE ജനറൽ സെക്രട്ടറി SM ജാബിർ, സെക്രട്ടറി പ്രദീപ് നെന്മാറ എന്നിവരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി. അസോസിയേഷനിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് SM ജാബിർ സ്വതന്ത്രനായി മത്സരിക്കുന്നത്. നിസാർ തളങ്കര ശ്രീപ്രകാശ് പാനലിനൊപ്പം ചേർന്ന് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനാണ് പ്രദീപ് നെന്മാറയ്ക്കെതിരായ അച്ചടക്ക നടപടി. മാതൃഭൂമി ന്യൂസ്, ഷാർജ.